കുരുന്നുകൾക്ക് വായനയുടെ വസന്തകാലം സമ്മാനിച്ച് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ. വായനോത്സവത്തിലേക്ക് ദിവസവും ആയിരക്കണക്കിന് കുട്ടികളാണ് ഒഴുകിയെത്തുന്നത്. പഠനത്തിൻ്റെ മടുപ്പിൽ നിന്ന് കുട്ടികൾക്ക് അറിവും വിനോദവും പകരുന്ന വേദിയായി മാറിയിരിക്കുകയാണ് വായനോത്സവം. കുട്ടി വായനയുടെ വലിയ ലോകം തീർത്തിരിക്കുകയാണ് ഷാർജ ചിൽഡ്രൻസ് റീഡിംഗ് ഫെസ്റ്റിവൽ. വെറുതെ പുസ്തകം തിരഞ്ഞുപിടിച്ച് വാങ്ങാനും വായിക്കാനും അവസരമൊരുക്കുകയാണ് ഷാർജ എക്സ്പോ സെൻറ്ററിൽ നടക്കുന്ന കുട്ടികളുടെ വായനോത്സവം. സർഗവാസനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടതെല്ലാം ഒരുക്കിയാണ് വായനോത്സവം ഷാർജയിൽ പുരോഗമിക്കുന്നത്. ഡൈവ് ഇൻ ടു ബുക്സ് എന്നതാണ് ഈ വർഷത്തെ കുട്ടികളുടെ വായനോത്സവത്തിൻ്റെ പ്രമേയം. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയാണ് മേള ഉദ്ഘാടനം ചെയ്തത്. വിനോദവും വിജ്ഞാനവും അക്ഷരങ്ങളും നിറമുള്ള ഭാവനകളും ഒരേ കുടക്കീഴിൽ ലഭിക്കുക എന്നത് കുട്ടികൾക്ക് മഹാഭാഗ്യമാണ്. 11 ദിവസം നീളുന്ന കുട്ടികളുടെ വായനോത്സവത്തിലൂടെ അറബ് നാഗരികതയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജ ഒരുക്കുന്നത് ഇതാണ്. മണ്ണിലെ വിസ്മയങ്ങൾ ആസ്വദിക്കുന്ന മാത്രയിൽ തന്നെ വിണ്ണിലെ അപാരതകളിലേക്ക് അറിവിൻ്റെ പേടകങ്ങളിലേറി കുരുന്നുകൾ ആർത്തുല്ലസിക്കുകയാണ് ഇവിടെ. അടിപൊളിയായി. ഞാൻ ഇന്ന് കുറേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ കണ്ടു, പിന്നെ കുറേ ബുക്സ് വാങ്ങിച്ചു, നല്ല ഇൻട്രസ്റ്റിംഗ് ബുക്സ് വാങ്ങിച്ചു, കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു, എൻജോയ് ചെയ്തു. ലോകമെങ്ങുമുള്ള ബാലസാഹിത്യത്തിൻ്റെ ഏറ്റവും പുതിയ പതിപ്പുകൾ ഇവിടെ എത്തിയാൽ ലഭിക്കും. മലയാളത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും അറബി, ഇംഗ്ലീഷ് ഭാഷകളിലുള്ള പുസ്തകങ്ങളാണ് കുട്ടികൾ കൂടുതലും വാങ്ങുന്നത്. കുഞ്ഞു കഥകൾ, കവിതകൾ, കുറിപ്പുകൾ, ചിത്രകഥകൾ തുടങ്ങിയ ബാലസാഹിത്യങ്ങളാണ് കുട്ടികൾക്കിഷ്ടം. കഥയും കാര്യവും കൊണ്ട് ഉത്സവം തീർക്കുകയാണ് ഷാർജയിലെ വായനോത്സവം. മലയാളം നമുക്ക് പൊതുവേ നമ്മുടെ ഉണ്ട്, പക്ഷേ ഇപ്പം നമ്മൾ ചിൽഡ്രൻസ് ഫെയർ ആയതുകൊണ്ട് നമ്മൾ മലയാളം വളരെ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാര്യം കൂടുതൽ കുട്ടികളും ആവശ്യപ്പെടുന്നതും പേരൻസ് ആവശ്യപ്പെടുന്നതും ഇംഗ്ലീഷ് ബുക്സുകളാണ്. മെയിൻ നമ്മുടെ ഇവിടുത്തെ സ്കൂൾസ് ആണെങ്കിലും നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതും എല്ലാം UK ഇംഗ്ലീഷ്, ആ ടൈപ്പ് ഇംഗ്ലീഷുകളാണ്. അതുകൊണ്ട് നമ്മുടെ ഇരിക്കുന്ന കൂടുതൽ ബുക്സും ഇംഗ്ലീഷ് ബുക്സുകളാണ്. ശില്പശാലകൾ, വിജ്ഞാന സമ്പന്നമായ ഒട്ടേറെ സാംസ്കാരിക വിനോദ പരിപാടികൾ, ഗെയിമുകൾ, ലോകപ്രസിദ്ധരായ എഴുത്തുകാരുമായി സംവദിക്കാനുള്ള അവസരങ്ങൾ, ശാസ്ത്രവിസ്മയങ്ങൾ, ലോകോത്തര ചിത്ര പ്രദർശനങ്ങൾ എന്നിങ്ങനെയുള്ള പരിപാടികളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനവസരമുണ്ട്. ഫാഷനും പാട്ടും കായികാഭ്യാസം എന്നുവേണ്ട എല്ലാ മേഖലകളെക്കുറിച്ചും അറിയാനും പഠിക്കാനുമുള്ള സൗകര്യങ്ങളുമുണ്ട് ഇവിടെ. പുസ്തകങ്ങളെ പ്രദർശനത്തിലുപരി മേള എങ്ങനെ മികച്ചതാക്കാമെന്ന ചിന്തയാണ് വായനോത്സവത്തെ വേറിട്ടതാക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രത്തെ അറിയാനുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. And we usually do science shows, but this time we're doing something totally different. We're doing a slime show for the kids. It includes bubbles and colors and clouds with liquid nitrogen. And it includes the biggest cloud you'll ever see. കുട്ടികളിലെ ക്രിയേറ്റിവിറ്റി ഉണർത്തുകയാണ് ബീഡ്സ് വർക്ക്ഷോപ്പ്. കുരുന്നുകൾക്ക് സ്വന്തമായി കേച്ചിയൻ അടക്കമുള്ളവ നിർമ്മിക്കാൻ അവസരമുണ്ട് ഇവിടെ. Right now we're having the beads creation. It's a beads workshop.
It's like a small bits. You have to put it in the plate. Then after that, you have to iron it, and they can make it as a keychain, like a ref magnets. So the kids, they love it because they can create their own designs. ഷെർലക് ഹോംസിന്റെ ആരാധകർക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കുകയാണ് വായനോത്സവ വേദി. ക്ലാസിക് കുറ്റാന്വേഷണ കഥാപാത്രമായ ഷെർലക് ഹോംസ് കഥകളിലെ 221B ബേക്കർ സ്ട്രീറ്റ് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ. ബ്രിട്ടീഷ് എഴുത്തുകാരൻ ആർതർ കോനൻ ഡോയൽ സൃഷ്ടിച്ച ഷെർലക് ഹോംസിന്റെ സിനിമകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ലണ്ടനിലെ ഷെർലക് ഹോംസ് മ്യൂസിയത്തിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന തിരഞ്ഞെടുത്ത ഉപകരണങ്ങൾക്കൊപ്പം യഥാർത്ഥ ഷെർലക് ഹോംസ് സിനിമയിൽ ഉപയോഗിച്ചിരുന്ന വണ്ടിയും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. കുറ്റകൃത്യ രംഗങ്ങളും അതേപടി പകർത്തിയിട്ടുണ്ട് ഇവിടെ. So what is happening here? We are explaining to people how did Sherlock Holmes come to be. The writer Arthur Conan Doyle had a vision to write about a character. How did he get it? He was a doctor, and back then in the 1880s, doctors used to help police to discover or investigate crime scenes. So after he helped them, he came to the idea of creating Sherlock Holmes. After he created Sherlock Holmes, he became so famous, Sherlock Holmes became so famous that people thought that he is a real character. Through our exhibition, you can go through different points, getting to know the writer, Sherlock Holmes himself. We have a one-on-one copy of his room, and you have here around you, you can see a crime scene that is represented for kids. And there is some interactions board. They can go around, solve it, and try to solve the mystery crime in the area. That is the total exhibition. ആർതർ കോനൻ ഡോയലിന്റെ പഠനമുറിയാണ് മറ്റൊരു സവിശേഷത. അദ്ദേഹത്തിന്റെ രചനാ പ്രക്രിയയെക്കുറിച്ച് അറിയാൻ ഇത് സഹായിക്കുന്നു. നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ വേറൊരു ഡിഫറെൻറ്റ് ഫീലാണ്. നല്ല രസമുണ്ട്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നു. മോനിപ്പോൾ ആ നോട്ട്ബുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ സ്റ്റാമ്പ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ബാക്കി നോക്കാനായിട്ട്. ദിവസവും രാവിലെ 9 മുതൽ രാത്രി 8 വരെയാണ് മേളയിലേക്കുള്ള പ്രവേശനം. വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയാണ് സമയം. അതേസമയം വാരാന്ത്യങ്ങളിൽ രാവിലെ 9-നെത്തിയാൽ രാത്രി 9 വരെ ഇവിടുത്തെ വിനോദങ്ങൾ ആസ്വദിച്ച് പുസ്തകങ്ങളെ പരിചയപ്പെട്ട് അങ്ങനെ നടക്കാം.